കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായി വരുന്നുണ്ട്. കൊട്ടിയൂരിൽ ഉത്സവം നടക്കുന്ന സമയമാണിത്. ഈ സമയത്താണ് ഈ വിവാദം മുഴുവനും ഉണ്ടായി വരുന്നത്. അവിടെ ഒരു ഇസ്ലാം വന്ന് പ്രാർത്ഥിച്ചാൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ടതുണ്ടോ? അത് ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്ന ഒരു പ്രവർത്തനമായിട്ട് അതിനെ വിലയിരുത്തേണ്ടതുണ്ടോ ടീച്ചറെ? ഇവിടെ ഇങ്ങനെ ഒരു വാദഗതിയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾ സമാജത്തിൽ വരണം. ഒരു മുസ്ലിം വന്ന് അത് ചെയ്താൽ ഇത്രയും പ്രശ്നമുണ്ടോ? അപ്പൊ ആരാണ് പ്രശ്നക്കാര്? പ്രശ്നക്കാര് ഹിന്ദുക്കളാണ്. സഹസ്രാബ്ദങ്ങളായി ഈ മണ്ണിൽ സഹിഷ്ണുതയുടെ അധ്യായങ്ങൾ സ്വന്തം ജീവിതം കൊണ്ട് വരച്ചു വെച്ച ഹൈന്ദവ സമൂഹം അവരെ ഒരു നെഗറ്റീവ് പശ്ചാത്തലത്തിലേക്ക് മാറ്റാൻ, ഈ ചോദ്യം മറ്റുള്ളവരെ കൊണ്ട് ചോദിപ്പിക്കാൻ അത് മാത്രമല്ല, എരുമേലി വാവരുനടയിൽ നിന്നൊക്കെ കിട്ടുന്നത് പോലെ ഇന്ന് കൊട്ടിയൂര് വരുന്ന ലക്ഷക്കണക്കിന് ഭക്തരിൽ നിന്ന് അവരുടെ വരുമാനത്തെ ചാനലൈസ് ചെയ്ത് വിടുക. ഈ രണ്ട് ഉദ്ദേശത്തോടു കൂടി തന്നെ ആസൂത്രണം ചെയ്തൊരു നാടകമാണ് കൊട്ടിയൂര് നടന്നത്. കൊട്ടിയൂര് തീർത്ഥാടനം തുടങ്ങിയിട്ട് ഇന്നോ ഇന്നലെയോ അല്ല. അതിന് എന്ന് തുടങ്ങിയെന്ന് ആർക്കും അറിയില്ല. നൂറ്റാണ്ടുകളുടെ സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഇനി ഇപ്പൊ തന്നെ അവിടെ 10, 80, 90 വയസ്സായിട്ട് ബോധത്തോടെ ഇരിക്കുന്ന ആളുകൾ ആരും ഇങ്ങനെ ഒരു മുസ്ലിം വന്ന അവിടെ ഒരു ബാവലിക്കെട്ട് കെട്ടുന്നതിനെ പറ്റി അവർക്ക് ആർക്കും അറിയില്ല. പിന്നെ എവിടെ നിന്നാണ് ഇത് വന്നത്? ഇപ്പൊ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് കർണാടകയിൽ നിന്ന് വലിയ തോതിൽ ഭക്തർ ഇങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. അതുവരെ ഇല്ലാത്ത ഒരു ആചാരം എവിടെ നിന്നൊരു കർണാടകക്കാരൻ അപ്പൊ വന്നു? ഒരു വാഹിദ്, അത് അവിടെ കോൺഗ്രസ് മിനിസ്ട്രിയിലെ അസാമാന്യമായ സ്വാധീനമുള്ള എന്തൊക്കെ പദവികളുള്ള ഒരു വ്യക്തിയാണ്. കാരണം അവിടെ നിന്ന് വിളിച്ച് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വലിയ സന്നാഹത്തോടു കൂടിയാണ് വന്നിരിക്കുന്നത്. കേരള പോലീസ് അതിന് വേണ്ടുന്ന ഒത്താശയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇത് 2 സ്ഥലത്തും ഇപ്പൊ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. നമുക്കറിയാം, മറ്റേ ബാബറി മസ്ജിദ് അടക്കമുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടുന്ന എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്ത അതേ കോൺഗ്രസ് അവര് തന്നെയാണ് ഇപ്പൊ ഇത്തരത്തില് ഇതിന് രണ്ട് സ്ഥലത്തും കോൺഗ്രസ് ഭരിക്കുമ്പോൾ അവർക്ക് ഇത് വളരെ എളുപ്പത്തിൽ ആസൂത്രണം ചെയ്തെടുക്കാൻ സാധിച്ചു. അവിടെയാണ് ആരും അറിയാതെ ഇത്തരത്തിൽ പെട്ടെന്ന് ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് ഇത്തരത്തിൽ അധികാരമുള്ളൊരു വാഹിദ് അവിടെ വരുന്നു. ബാവലിക്കെട്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ ആയിരുന്നു എന്ന് പറഞ്ഞു. എന്താണ് അതിന് ആധാരം? അവിടെ വാമൊഴി വഴക്കമുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും രേഖകളുണ്ടോ ഈ പറഞ്ഞതിന്റെ വെളിച്ചത്തില്? എന്നിട്ട് വരുന്നു, കല്ലിടുന്നു, അങ്ങോട്ടിടുന്നു, കല്ല് ഇങ്ങോട്ടിടുന്നു, പ്രാർത്ഥിക്കുന്നു. അത് വീഡിയോ എടുത്ത്, ഇത് ഒരു ഭക്തി കൊണ്ടാണ് ചെയ്തതെങ്കിൽ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കണ്ടല്ലോ. അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നു. അപ്പൊ വളരെ വ്യക്തമാണ്, നേരത്തെ പറഞ്ഞ 2 അജണ്ടയും അതിനകത്തുണ്ട്. ഏതോ ഒരു യൂണിയൻ നേതാവ് ക്ഷേത്രത്തിന്റെ ആളെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയെ വിലക്കെടുക്കാൻ സാധിക്കുന്നു. ബാക്കി ട്രസ്റ്റോ അല്ലെങ്കിൽ മറ്റ് അധികൃതരോ സ്ഥാനികരോ ആരും ഇത് അറിഞ്ഞില്ല, അവർക്ക് അറിയില്ല ഇങ്ങനെ ഒരു സംഭവത്തെ പറ്റിയിട്ട്. അപ്പോ ഇത് വളരെ ആസൂത്രിതമായി മറ്റൊരു വാവരെ, കൊട്ടിയൂരൊരു വാവരെ ഉണ്ടാക്കാനുള്ള പരിശ്രമം, അതിലവര് വിജയിച്ചില്ല എന്നുള്ളത് വേറെ കാര്യം. ഈ ഒരു വിവാദം ഉണ്ടാക്കാനേ അവർക്ക് കഴിഞ്ഞുള്ളൂ, വിജയിക്കുകയും ഇല്ല. 1912 പ്രസിദ്ധീകരിച്ച മറ്റേ മധുരേരി ചന്തു നമ്പ്യാർ എഴുതിയിട്ടുള്ള ദക്ഷിണകാശി മഹാത്മ്യം എന്നൊരു കൃതി, നമുക്ക് കൊട്ടിയൂര് ക്ഷേത്ര ആരാധനയെ പറ്റി ഇന്ന് നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും പഴക്കമുള്ള കൃതി അതാണ്. അതുപോലെ ഇപ്പൊ പ്രിന്റിലില്ല, വളരെ കൂടുതൽ പ്രതികളില്ല, 1-2 കുടുംബങ്ങളുടെ കയ്യിൽ അത് ഇരിപ്പുള്ളൂ ആ സാധനം. അതിനകത്ത് വളരെ കൃത്യമായിട്ട് മാവലിക്കത്തിനെ പറ്റി പറയുന്നുണ്ട്. 1912 നമ്മൾ ആലോചിക്കണം, ഇന്നത്തേക്കാൾ 116 വർഷങ്ങൾക്കൊക്കെ അപ്പുറത്ത് എന്ന് പറയാം, 14 വർഷങ്ങൾക്ക് അപ്പുറത്ത് എന്ന് പറയാം. ആ ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള കാലത്ത് ചന്തു നമ്പ്യാർ ഈ ക്ഷേത്രത്തെ പറ്റി കൃത്യമായി അറിയാവുന്ന ചന്തു നമ്പ്യാർ എഴുതിയിരിക്കുന്നത് മാവലിക്കത്തുമായി ബന്ധപ്പെട്ട് ഒരു ബൗദ്ധൻ ഇത് ഇങ്ങനെ ഒരു കെട്ട് നടത്തിയിരുന്നു എന്നൊരു കേട്ടുകേഴ്വി അവിടങ്ങളിലുണ്ട്. അദ്ദേഹത്തിന് പോലും 1912 കേട്ടുകേഴ്വിയാണ്. ഒരു ബൗദ്ധൻ എത്തരത്തിൽ ചെയ്തിരുന്നു എന്നും ഇത് എടുത്തു പറയുന്നു. ഒരു ഹിന്ദു ക്ഷേത്രമല്ലേ, അതുകൊണ്ടൊരു ബൗദ്ധന്റെ ആചാരം അവിടെ വേണമോ എന്ന് അതിൽ ബൗദ്ധൻ അത് നിർത്തിപ്പോയതാകാം. അതിന്റെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനുണ്ടായി. അപ്പോഴും ബൗദ്ധൻ എന്നാണ് പറഞ്ഞത്, നിർത്തിപ്പോയതാകാം. പക്ഷെ അതും കേട്ടുകേഴ്വിയാണ്. അത് അവിടെ ചെയ്യുന്നത് വനവാസി സമൂഹത്തിലെ പ്രത്യേകിച്ച് കുറിച്യ വിഭാഗമാണ് അത് ചെയ്യുന്നത്. അതിനപ്പുറത്ത് ഈ ബൗദ്ധനായിരിക്കാം എന്നൊരു കേട്ടുകേഴ്വിക്കപ്പുറത്ത് മറ്റൊന്നും അതിനകത്ത് പറയുന്നില്ല എന്നതാണ് വാസ്തവം. 1912 അറിയാത്ത ഈ കാര്യം ഈ വാഹിദിനോട് ആര് പറഞ്ഞു? മരിച്ചുപോയ ഏതെങ്കിലും ഉപ്പാപ്പമാര് വന്നിട്ട് സ്വപ്നത്തിൽ പറഞ്ഞ വാഹിദിനോട് ഞങ്ങളാണ് ഇത് കെട്ടിയിരുന്നെന്നുള്ളത് 1912 ചന്തു നമ്പ്യാർക്ക് പോലും അറിയാത്ത, അവിടെ ഇന്ന് 80, 90 വയസ്സുള്ള ആളുകൾക്ക് ഓർമ്മയില്ലാത്ത ഈ കാര്യം വാഹിദിനോട് പറയാൻ മരിച്ചുപോയ ഏത് ഉപ്പാപ്പ എണീറ്റ് വന്നത്? അപ്പൊ ഇത് കൃത്യമായൊരു അഹങ്കാരമാണ്. ഹൈന്ദവ സമൂഹത്തെ താറടിക്കാനും ക്ഷേത്രങ്ങളിലെ വരുമാനം തട്ടിയെടുക്കാനുമുള്ള ഈ ജിഹാദി അജണ്ട, അതിനെ അതേ രൂപത്തിൽ തന്നെ അഡ്രസ് ചെയ്യണം. ഇന്നലെ ട്രസ്റ്റി ബോർഡ് വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ചതിയാണ് അവിടെ നടന്നത് എന്നുള്ളത് അതിന്റെ അധികാരികൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ക്ഷേത്ര ഉത്സവങ്ങൾക്കും മാതൃകയാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിന്.
ഹൈന്ദവ ഐക്യത്തിന്റെ പ്രതിഫലനമാണ് അവിടെ നടക്കുന്നത്. കാരണം ഹിന്ദുക്കളിൽ എത്ര ജാതിയുണ്ടോ, ആ ഭാഗങ്ങളിൽ എത്ര ജാതിയുണ്ടോ അവർക്കെല്ലാം സവിശേഷമായ ആചാരങ്ങളും അധികാരവും ഉണ്ട് അവിടെ. അപ്പോൾ ഇത് ഹിന്ദു ഐക്യം എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതിന്റെ പ്രായോഗികമായ വശമാണ് കൊട്ടിയൂർ ക്ഷേത്ര ആരാധനയിൽ നടക്കുന്നത്. അത് ഏറ്റവും മാതൃകാപരമായി നടക്കുന്ന ഒരു ആരാധന, ഇവരെ ആരും തലയിട്ട് നശിപ്പിക്കാതിരുന്ന ഒരു ആരാധന. അവിടെ അത് കൃത്യമായി അങ്ങനെ ഒരു ഒഴുക്ക് അവർക്ക് തടസ്സപ്പെടുത്തണം, അവിടെയും വിവാദ കേന്ദ്രമാക്കണം. കർണാടകയിലെ ധർമ്മസ്ഥലയിലെ നമ്മൾ കണ്ടുവല്ലോ, തികച്ചും നിർമര്യാദമായി അവിടെ പറഞ്ഞത് ആരെയും ഞെട്ടിപ്പിക്കുന്ന വിധത്തിലുള്ള കള്ളക്കഥകളാണ്. അപ്പോൾ അതേ കർണാടകയിൽ നിന്ന് തന്നെ ഈ ഒരു വാഹിദിന്റെ ഈ പടപ്പുറപ്പാട് ഇത് രണ്ടാം ടിപ്പുവിന്റെ പടയോട്ടമായി തന്നെ കാണണം. അന്ന് കർണാടകയിൽ നിന്നാണ് ഒരു ടിപ്പു അല്ലെങ്കിൽ ഹൈദരാലിയും ടിപ്പു ഒക്കെ ഈ മണ്ണിലേക്ക് പടയോട്ടം നടത്തിയത്, ക്ഷേത്രങ്ങൾ തച്ചു തകർത്തത്, വിശ്വാസങ്ങൾക്ക് മേലും ഇവിടുത്തെ സംസ്കാരത്തിന് മേലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ടിപ്പുവിന്റെ പടയോട്ടമെങ്കിൽ ഇപ്പോൾ ഈ വാഹിദുമാർ നടത്തുന്നത് അല്ലെങ്കിൽ ധർമ്മസ്ഥലയിൽ അടക്കം തുടങ്ങി വെച്ചിട്ടുള്ള ജിഹാദികളുടെ രണ്ടാം പടയോട്ടം ഏതായാലും ഒന്നാം പടയോട്ടത്തെ നേരിട്ട പോലെ ആയിരിക്കില്ല രണ്ടാം പടയോട്ടത്തെ നേരിടുന്നത് എന്ന് മാത്രമാണ് ഈ സമയത്ത് പറയാൻ. ടീച്ചർ, ഇതൊരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ട് കാണാൻ പാടില്ലേ എന്ന് ചോദിക്കുന്നവർ കൂടിയുണ്ട്. പക്ഷേ അല്ല, ഈ സൗഹാർദ്ദം വൺ സൈഡ് ആണോ? സൗഹാർദ്ദം വൺ സൈഡ് ആണോ? കൊട്ടിയൂർ ഇതുവരെ മതസൗഹാർദ്ദം ഉണ്ടായിരുന്നില്ലേ? ഇതുവരെ ഇവിടെ ആചാരം നടന്നിരുന്നില്ലേ? ഹിന്ദുവിന് മതസൗഹാർദ്ദമാണെങ്കിൽ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നിട്ട് ഇവരെ കൊണ്ട് നിസ്കരിപ്പിച്ചാലേ മതസൗഹാർദ്ദം വരൂ എന്ന് എവിടുന്നാ പറഞ്ഞിരിക്കുന്നത്? അവരുടെ ഒരു ആരാധനയുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ സമൂഹം ചെന്ന് മതേതരത്വം ഉണ്ടാക്കുന്നില്ലല്ലോ, പ്രത്യേകമായ ഒരു ആചാരവും മേടിക്കുന്നില്ലല്ലോ. പെരുന്നാളിന് ഹിന്ദുവിന് ഇനി ആചാരം, അതിന്റെ കൂടെ മതേതരത്വത്തിന്റെ പ്രതീകം പറയുന്നില്ലല്ലോ നമ്മളാരും. ഒന്നും ചെയ്യുന്നത് മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താ ധരിച്ചു വെച്ചിരിക്കുന്ന മതേതരത്വത്തെ പറ്റിയിട്ട്? അമ്പലത്തിൽ കയറി നിസ്കരിക്കുന്നതോ അല്ലെങ്കിൽ പള്ളി കയറിയിട്ട് മറ്റേ സഹസ്രനാമം ചെല്ലുന്നതോ അല്ലെങ്കിൽ മറ്റേ ഗണപതി ഹോമം നടത്തുന്നതിന്റെ പേരാണോ മതേതരത്വം എന്ന് പറയുന്നത്? അവരവരുടെ ആചാരം ഭംഗിയായി നിറവേറ്റുക, അന്യനെ നടത്താൻ അനുവദിക്കുക, അതിൽ പോയി തലയിടാതിരിക്കുക, പറ്റുമെങ്കിൽ അതിനെ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുക. അതിന്റെ പേരാണ് മതേതരത്വം എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഹിന്ദുവിന്റെ അമ്പലത്തിൽ കാശ് വരുമ്പോൾ ഭക്തർ വരുമ്പോൾ അതിന്റെ ഒരു ഓഹരി കൂടി ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ എന്നതാണ് മതേതരത്വം എങ്കിൽ തൽക്കാലം കേരളത്തിന് ആ മതേതരത്വം വേണ്ട എന്നേ പറയാനുള്ളൂ. ഇപ്പൊ പല ക്ഷേത്രങ്ങളിലും ഒക്കെ ഇസ്ലാമിസ്റ്റുകൾ കടന്നു കയറാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ. ഇപ്പൊ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിലും ഈ CPM-ന്റെ നേതൃത്വത്തിൽ നടത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അവിടെ പല രീതിയിൽ എന്താ പറയാ മാംസഭക്ഷണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഒക്കെ കണ്ടു. മാത്രമല്ല ക്ഷേത്രഭൂമി ഉൾപ്പെടെ വഖഫാണെന്ന് പറയുന്ന നീക്കങ്ങൾ നാം കണ്ടു. ഇതെല്ലാം കാണുമ്പോഴും പക്ഷേ മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം മിണ്ടാതിരിക്കുകയാണ്. ഇപ്പൊ കേന്ദ്ര സർക്കാരിനെ തന്നെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ മൗനം പാലിക്കുന്നത് എന്നുള്ള ചോദ്യവുമില്ല ടീച്ചറെ? കേന്ദ്ര ഗവൺമെന്റ് എവിടെ മൗനം പാലിക്കുന്നു? അവർക്ക് അധികാരമുള്ള സ്ഥലങ്ങളിലെല്ലാം അവരത്തരത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വിഭാഗത്തിന് കീഴടങ്ങാതെ എല്ലാവർക്കും നീതി കിട്ടത്തക്ക വിധത്തിലുള്ള നടപടികൾ അവർ ചെയ്യുന്നുണ്ട്. ചരിത്രത്തിന്റെ തെറ്റുകൾ അവർ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ പ്രാദേശിക ഭരണകൂടങ്ങൾ ഹൈന്ദവ വിരുദ്ധമാണ് എന്നതുകൊണ്ടാണ് ഇവിടെ ഒരു വന്ദേ മാതരം ചൊല്ലിയാൽ പോലും അലർജിയുള്ള, ഒരു ഭാരത് മാതാ കി ജയ് കേട്ടാൽ ചൊറി വരുന്ന ആളുകളാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ നടപ്പിലാകും കേന്ദ്രത്തിന്റെ നയങ്ങൾ, പക്ഷെ മറ്റുള്ളിടത്ത് നടക്കുന്നത് പോലെ ഈസിയായിട്ട് നടക്കുന്നില്ല. അപ്പോ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ കുറ്റമല്ലത്. ഇവിടെ മാറി മാറി വരുന്ന രണ്ട് ഗവൺമെന്റുകളും മത്സരിക്കുകയാണ് ഹിന്ദു പീഡനത്തില്. എങ്ങനെയാണ് അവർക്ക് ഹിന്ദുക്കളെ പീഡിപ്പിക്കേണ്ടത്? മതേതരത്വം ഒരു വൺ സൈഡാണ്. ഹിന്ദുവിന്റെ മേൽ മാത്രം അടിച്ചേൽപ്പിക്കുന്ന മതേതരത്വമാണത്. അതിനാണ് ഇവർ കൂട്ടുനിൽക്കുന്നത്. കാരണം അതാണല്ലോ ഈ വാഹിദിന് ഇവിടുത്തെ പിന്തുണ കിട്ടിയല്ലോ, വാഹിദിന് ഇവിടുത്തെ പോലീസ് പിന്തുണ കൊടുത്തല്ലോ. ട്രസ്റ്റിലെ ആളുകളെ വിളിച്ചു വരുന്നു. കർണാടകയിൽ നിന്ന് ഒരു മിനിസ്റ്റർ വരുന്നുണ്ടെന്നുള്ളതാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കർണാടകയിൽ നിന്ന് ഒരു മിനിസ്റ്റർ വരുന്നുണ്ട്, പോലീസാണ് വിളിച്ചു പറയുന്നത്. ട്രസ്റ്റുമായി ബന്ധപ്പെട്ടവരെ ഏത് മിനിസ്റ്ററാണ് അദ്ദേഹം? അപ്പൊ കേരള പോലീസ് ഇത്തരത്തിൽ വരുന്ന ഏത് ടിപ്പുവിനും വാതിൽ തുറന്നു കൊടുക്കുക. അവരന്വേഷിക്കണ്ടേ ഈ വ്യക്തി ആരാണെന്നുള്ളത്, എന്ത് ഉദ്ദേശത്തിനാ വരണമെന്നുള്ളത്? ക്ഷേത്രത്തിന്റെ അടക്കം സ്വത്ത് സംരക്ഷിച്ചു വരേണ്ട, ആചാരം സംരക്ഷിച്ചു വരേണ്ട ബാധ്യത ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനില്ലേ? അപ്പൊ അത് ആഭ്യന്തര വകുപ്പിന്റെ കൂടി പരാജയമല്ലേ? ഇദ്ദേഹം ഏത് രൂപത്തിലാണ് അല്ലെങ്കിൽ എന്തിനാണ് വരുന്നത് എന്നറിയാതെ അദ്ദേഹത്തെ VIP പരിഗണന കൊടുത്തുകൊണ്ട് ക്ഷേത്രഭാരവാഹികളെയൊക്കെ വിളിച്ച് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കി ഇവിടുത്തെ പോലീസിന് പങ്കുണ്ട്. അപ്പൊ ഈ പ്രാദേശികമായ ഇവിടുത്തെ ഭരണകൂടങ്ങൾ അവരുടെ ഹിന്ദു വിരുദ്ധ മനോഭാവമാണ് ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം.